തൃശ്ശൂരിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മലക്കരപ്പാറയിൽ വീണ്ടും കാട്ടാനാക്രമണം ഉണ്ടായതെന്ന് സംബന്ധിച്ച് അതിന്റെ വിവരങ്ങൾ കൂടി. KP മലക്കപ്പാറയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. സ്വകാര്യ റിസോർട്ടിന്റെ ഗേറ്റാണ് ഈ ആന തകർത്തത്. 5ലധികം ഹോം സ്റ്റേകളായിട്ടാണ് ഈ റിസോർട്ട് പ്രവർത്തിക്കുന്നത്. ആ റിസോർട്ടിലെ ഒരു ഹോം സ്റ്റേയുടെ ഗേറ്റാണ് ഈ ആന കഴിഞ്ഞ ദിവസം രാത്രിയോടെ തകർത്തത്. മറ്റ് ആർക്കും തന്നെ പരിക്കേറ്റതായി വിവരം ലഭിച്ചിട്ടില്ല. എന്തായാലും പിന്നീട് ഈ കാട്ടാന തിരിച്ച് കാട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു. സ്ഥിരമായി കാട്ടാനയുടെയും ഉൾപ്പെടെ ഈ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. ഈ മലക്കപ്പാറ ഭാഗങ്ങളിലൊക്കെ നേരത്തെ തന്നെ കാട്ടാന ശല്യം രൂക്ഷമായിരുന്നു. അതിരപ്പള്ളി മേഖലയിലടക്കം ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങിയിരുന്നു. റോഡിലേക്ക് ഉൾപ്പെടെ ഇറങ്ങി വിനോദസഞ്ചാരികളെയൊക്കെ തന്നെ ഭീതിയിലാഴ്ത്തുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. അത്തരത്തിൽ കാട്ടാന ശല്യം രൂക്ഷമാകുമ്പോഴും അതിനെതിരെ കൃത്യമായും ഒരു നടപടി സ്വീകരിക്കാൻ വനംവകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ഇവിടെ ശ്രദ്ധേയമാണ്. ഇന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെ തൃശ്ശൂരിലുണ്ടായിരുന്നതും ഉന്നതതല യോഗത്തിലൊക്കെ പങ്കെടുത്തിരുന്നു. അപ്പോഴും ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. മലക്കപ്പാറ, അതിരപ്പള്ളി, പാലപ്പള്ളി പ്രദേശങ്ങളിലടക്കം ഈ കാട്ടാന ശല്യവും അതുപോലെ തന്നെ മറ്റ് വന്യജീവികളുടെ ശല്യവും രൂക്ഷമാകുന്നു എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. വനംവകുപ്പിന് ഇതിൽ എന്ത് ചെയ്യാനാവുമെന്നതിനെ പറ്റി ആലോചിക്കണമെന്നുള്ള കാര്യമാണ് ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന നടപടി. മനോജാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.